ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച കേട്ടോ വലിയ പെരുന്നാൾ. അപ്പോൾ വ്യാഴാഴ്ച രാത്രി കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച വെളുപ്പിനെ എണീറ്റു, ഞാൻ കേത്തിനെ വിളിച്ചു. കേത്തി വന്നിട്ട് ഇവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. അപ്പോഴേക്കും കാറ്ററിങ്ങിലെ പയ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഫുഡ് സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ടേബിളൊക്കെ അവർ ഇന്നലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും കേത്തിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റിയിട്ടോ. ഇതിനിടയിലാണ് മാമാനെ എഴുന്നേൽപ്പിച്ചു. മാമാക്ക് ഫുഡ് കൊടുത്തിട്ട് മാമ വീണ്ടും പോയി കിടന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയേക്കാണേ. ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ മാമാക്ക് 6 മക്കളുള്ളത്. അപ്പോൾ ഈ 6 മക്കളും അവരുടെ ഫാമിലിയൊക്കെ വരും. അത്യാവശ്യം നിറച്ച ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കലൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ ഇന്ന് പള്ളിയിൽ പോകാതിരുന്നുകൊണ്ട് മാത്രം കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റിയേ. ഇപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കില്ല. എനിക്ക് എന്തോ ഒരു നാണം പോലെയൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ കേത്തിയും ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാമാനെ എഴുന്നേൽപ്പിച്ച് മാമാനെ മേലെല്ലാം വാഷ് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് മാമാനെ സെറ്റ് ചെയ്തിരുത്തിട്ടോ. അപ്പോഴേക്കും മാഡം പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാഡം നോക്കിക്കോളും മാമയുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വന്ന് വേഗം കുളിച്ച് ഞാൻ റെഡിയാകാമായിരുന്നേ. ഇപ്പോൾ ഇവിടെ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 6 മക്കൾ വരുമ്പോൾ അവരുടെ സ്റ്റാഫിനെല്ലാം കൊണ്ടുവരും. വീട്ടിൽ ജോലി ചെയ്യുന്ന ബേബി സിറ്റേഴ്സ് ആണെങ്കിലും കുക്ക് ചെയ്യുന്നവരെയും അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവരൊക്കെ പല പല രാജ്യക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ നേരം സംസാരിച്ചിരിക്കാം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ജോലികളുണ്ടാവില്ല, ഫുഡെല്ലാം ഓർഡർ ചെയ്തില്ല ചെയ്തേക്കണേ. അപ്പോൾ ഇന്നങ്ങനെ സ്റ്റാഫൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക, ഫുഡ് കഴിക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ടിക്ടോക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്കിവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഇല്ല കേട്ടോ. സൺസ്ക്രീൻ ലോഷനാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യണേ. കാരണം മിക്കവാറും ഞാൻ പുറത്തും കയറ്റിയുടെ റൂമിലൊക്കെ ആയിരിക്കും ഇന്നിരിക്കണേ. അപ്പോൾ നല്ല ചൂടാണല്ലോ ഇവിടെ. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ വാരിപ്പൊത്തും. പിന്നെ പെർഫ്യൂമാണ് ഇവിടെ മെയിനായിട്ട്. കാരണം അറിയാമല്ലോ, അറബികൾക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മൾ നല്ല സ്മെല്ലായിട്ടിരിക്കുന്നവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ടിപ്പാട്ടോ, ഈ വാസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി സ്പ്രേയോ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും. യൂഷ്വലി 6 hours ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പെർഫ്യൂം മേടിക്കണേ. പക്ഷേ ഒരു 4 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ല് എവിടെയോ പോകും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ വാസലിന് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യണേ. അപ്പോഴത്തേക്ക് പുറത്ത് ആളുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വേഗം റെഡിയായിട്ട് പുറത്തേക്ക് ചാടി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ വീടുകളിലെയും മെയ്ഡുമാരൊക്കെ വരും കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ രാവിലെയാണ് ശരിക്കും ഇവിടെ പരിപാടിയുള്ളൂ. രാവിലത്തെ പരിപാടി ചെയ്യുമ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലോട്ടും പിന്നെ പുറത്തോട്ടൊക്കെ യാത്രകൾ പോകുക. നമ്മൾ പെരുന്നാളിനൊക്കെ ട്രിപ്പ് പോകില്ലേ ചില ആളുകൾ, അതുമാതിരിയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പുറത്തോട്ട് പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ശരിക്കും ഇവിടെ. ഒരു 11 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടി കഴിയും. അപ്പം ഞാൻ എൻ്റെ നെയിൽ പോളിഷൊക്കെ ഒന്ന് ടച്ച് ചെയ്യായിരുന്നു. അതൊക്കെ പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. Eid Mubarak Tasneem. Hi, Eid Mubarak. I love you. Okay. Eid Mubarak. Nice. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ഒരു 11:30 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇന്നെല്ലാം ഞാനെല്ലാം ഓരോന്നൊക്കെ എടുത്തായിരുന്നു. നൈസായിരുന്നു കേട്ടോ. ഫുഡൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് ചായ കുടിക്കും. അങ്ങനെ നമ്മുടെ പെരുന്നാൾ ആഘോഷമൊക്കെ ഇവിടെ ഞങ്ങളുടെ ആഘോഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ ഇരുന്ന് കഥ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക പല ജോലികളിലും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലി. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരും ഇടക്കിടക്ക് മാമയുടെ മക്കളും പേരക്കുട്ടികളൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ പൈസ തരും പെരുന്നാളിനുള്ള ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും എണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്ര കിട്ടിയതൊക്കെ നോക്കുക. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മജ്ലിസിൽ പോയി അവിടെ ഇരുന്ന് അവരെല്ലാവരും ടിക്ടോക്ക് വീഡിയോസ് എടുക്കുന്നു. ഓരോരുത്തർ വീട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പെരുന്നാളാഘോഷം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. ബൈ.